നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഓഗസ്റ്റ് 9 ശനി 2025 വാർത്തകളിലേക്ക്. ഒഡീഷയിലെ ജലസറിൽ മലയാളി പുരോഹിതർക്ക് നേരെ നടന്ന ആക്രമണം വർഗീയ വേട്ടയാടേണ്ട പ്രതിഫലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണകൂടത്തിന്റെ ശിക്ഷായിളവ് മൂലം സാധ്യമായ ഇത്തരം ഹിന്ദുത്വ ഭീകരതയെ മതേതര ജനാധിപത്യ ശക്തികൾ ഒറ്റക്കെട്ടായി ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകൾക്കും മലയാളി വൈദികർക്കും മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കേക്ക് രാഷ്ട്രീയത്തിന്റെ തടവുകളോട് എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അക്രമത്തെ അതിശക്തമായി അപലപിക്കുന്നുവെന്നും ഇനിയെങ്കിലും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിനും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലും അടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്ക് നേരെ അതിക്രമം ഉണ്ടായ സംഭവങ്ങളടക്കം പ്രതികരിക്കാനിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനവൻ യൂഹന്നോൻ മാർ മിലിത്തിയോസ് മെത്രോപൊലിത്ത. ഞങ്ങൾ തൃശൂർകാർ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല, പോലീസിൽ അറിയിക്കണോ എന്ന ആശങ്ക എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഡോക്ടർ ഹാരിസിനെ സംശയനിഴൽ നിർത്തിയ കണ്ടെത്തൽ വഴിത്തിരിവ്. ബോക്സിലുണ്ടായിരുന്നത് കാണാതായ ഉപകരണത്തിന്റെ ബിൽ അല്ലെന്നും നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണം പരിശോധിച്ച് ഡെലിവറി ചെല്ലാൻ ആയിരുന്നുവെന്നും കൊച്ചിയിലെ സ്ഥാപന ഉടമ വ്യക്തമാക്കി. കാണാതായ ഉപകരണത്തിന് പകരം പുതിയത് വാങ്ങിയതിന്റെ ബില്ലല്ലെന്നും കമ്പനി വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് എയ്റോസ്പേസ് നിർമ്മാണ സ്ഥാപനം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തെഴുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് എയ്റോസ്പേസിനെ മാതൃകാ കമ്പനിയായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വേർപെടുത്താൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടപടികൾ ആരംഭിച്ചിരിക്കുമെന്നുള്ള വിവരം ആശങ്കാജനകമാണെന്ന് കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന ദേശീയപാത 66 പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. പ്രവൃത്തികളിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദേശീയപാത പ്രവൃത്തികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് ഈ നിർദ്ദേശം നൽകിയത്. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേകം കോർ ടീം രൂപീകരിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ശബരിമല തീർത്ഥാടന കാലത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തി വിലയിരുത്തലിനായി ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ മന്ത്രി GR അനിലിന് CPI രൂക്ഷ വിമർശനം. വിലക്കയറ്റ കാലത്ത് ഭക്ഷ്യവകുപ്പ് നോക്കുത്തിയായെന്നും വില നിയന്ത്രിക്കുന്ന ഇടപെടൽ ഉണ്ടായില്ലെന്നുമാണ് വിമർശനം. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായത്. KPC പുനഃസംഘടനയ്ക്കും DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിനും പട്ടിക വെട്ടിച്ചുരുക്കാൻ KPC നേതൃത്വം തീരുമാനിച്ചു. AIC നിർദ്ദേശപ്രകാരം പട്ടിക വെട്ടിച്ചുരുക്കാൻ വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം. കേരളത്തിൽ പലവട്ടം ദില്ലിയിൽ 3 ദിവസവും നടത്തിയ പുനഃസംഘടനാ ചർച്ച തീരുമാനമായില്ല. എത്ര DCC അധ്യക്ഷന്മാരെ മാറ്റണമെന്നതിലും ഇനിയും തീർപ്പായിട്ടില്ല. സ്വകാര്യ ബസ്സുകളുടെ മത്സരോട്ടവും അപകടവും നിത്യസംഭവമായ പശ്ചാത്തലത്തിൽ ബസ് ഉടമകളുടെ സമയക്രമം മാറ്റാൻ നിർദ്ദേശവുമായി കേരള ഹൈക്കോടതി. ബസ്സുകളുടെ സമയങ്ങൾ തമ്മിലുള്ള ഇടവേള വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ ബസ്സുകൾ തമ്മിൽ 5 മിനിറ്റിന്റെയും ഗ്രാമപ്രദേശങ്ങളിൽ 10 മിനിറ്റിന്റെയും ഇടവേളയ്ക്കാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 20 ദിവസത്തിനിടെ മന്ത്രി MP രാജേഷിന്റെ തൃത്താല മണ്ഡലത്തിൽ നായയുടെ കടിയേറ്റത് 10ലധികം പേർക്ക്. തൃത്താല ഞാങ്ങരട്ടിയിൽ വയോധികരുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ച തടഞ്ഞ കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ. ടോൾ പിരിക്കും തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് NHAI സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. നേതാക്കന്മാർ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നുവെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നുവെന്ന് ആരോപണം നിഷേധിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സമിതിയിൽ ഒരു വിമർശനവും ഉയർന്നിട്ടില്ലെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതെന്നും ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയിലെ ഗുരുതര പിഴവുകൾ ഉടൻ തിരുത്തണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. BJP ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ പരിഹരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിയമ നടപടികളിൽ മുന്നോട്ട് പോകുമെന്നും BJP ജനറൽ സെക്രട്ടറി അറിയിച്ചു. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ ഇടവിലങ്ങ് സ്വദേശിയിലെ 3 പേരിൽ നിന്ന് 6 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഇടവിലങ്ങ് കാര പുതിയ റോഡ് ചള്ളിയിൽ വീട്ടിൽ ശ്യാമളയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത്. കഴിഞ്ഞ ദിവസം ഇവരുടെ മകൾ സായയെ അറസ്റ്റിലായിരുന്നു. സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തതിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണ കടത്തിന് ഒത്താശ ചെയ്തതിനാണ് നടപടി. കസ്റ്റംസ് ഇൻസ്പെക്ടർ K അനീഷിനെതിരെയാണ് കൊച്ചി കസ്റ്റം പ്രിവന്റീവ് കമ്മീഷണറുടെ നടപടി. പേരാമ്പ്രയിലെ വയോധികയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൈപ്പറമ്പിൽ പത്മാവതിയുടെ മരണത്തിലാണ് മകൻ ലിനീഷ് അറസ്റ്റിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം. പത്മാവതിയെ വീട്ടുമുറ്റത്ത് അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മകൻ ലിനീഷ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തിയത്. കൊല്ലം തെക്ക് ഭാഗത്ത് 3ാം ക്ലാസ്സുകാരന് രണ്ടനച്ഛന്റെ ക്രൂര പീഡനം. 8 വയസ്സുള്ള കുട്ടിയെ രണ്ടനച്ഛൻ അയൺ ബോക്സ് ചൂടാക്കി കാലിൽ പൊള്ളിച്ചു. കുട്ടി വികൃതി കാട്ടിയതിനാണ് പൊള്ളിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. രണ്ടനച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ യുവാവിന് 8 വർഷം തടവും
പിഴയും ശിക്ഷ. കൊടുങ്ങല്ലൂർ അഴീക്കോട് സുനാമി കോളനി സ്വദേശി സിജിലിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ജയപ്രഭു ശിക്ഷിച്ചത്. 2020 ജനുവരി മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പിതാവിനെയും രണ്ടാനമ്മയും ചെങ്ങന്നൂർ DSP MK വിനുകുമാർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി. ആലപ്പുഴ ആദിക്കാട്ടുള്ള ngര കഞ്ചുകോട് പൂർണ്ണം തടത്തിൽ അൻസാർ, 2ാം ഭാര്യ ഷെഫീന എന്നിവരാണ് പിടിയിലായത്. അൻസാറിനെ പത്തനംതിട്ട ജില്ലയിലെ കടമാൻകുളത്തു നിന്നും ഷെഫീനയെ കൊല്ലം ജില്ലയിലെ ചക്കവള്ളിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ സ്ത്രീയടക്കം 3 പേരെ പോലീസ് പിടികൂടി. തെലങ്കാനയിലെ കരീംനഗർ സ്വദേശിയായ സമ്പത്തിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ രമാദേവി, കാമുകൻ K രാജയ്യ, ഇയാളുടെ സുഹൃത്ത് ശ്രീനിവാസ് എന്നിവരെ പോലീസ് പിടികൂടി. യൂട്യൂബിലെ വീഡിയോ മാതൃകയാക്കി വിഷം ചെവിയിലൂടെ ഒഴിച്ചു കൊടുത്താണ് പ്രതികൾ സമ്പത്തിനെ വധിച്ചത്. ബീഹാറിലെ പട്നയിലെ സീതാമർഹിയിലെ പൗതരാധാമിൽ മാതാ സീതാ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചേർന്നാണ് 1,00,000-ലധികം ആളുകളുടെയും സന്യാസിമാരുടെയും സാന്നിധ്യത്തിൽ തറക്കല്ലിട്ടത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉപഭോക്താക്കളുള്ള 300 രൂപ സബ്സിഡി തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അംഗീകാരം നൽകി. ആഗോള വ്യാപാര സംഘർഷങ്ങൾക്കിടെ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ 20% അധിക തീരുവ ചുമത്താനുള്ള US തീരുമാനത്തിൽ പ്രതികരണവുമായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ആർക്കും മുന്നിൽ മുട്ടുകുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയുള്ള നടപടിക്ക് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തു. ഉക്രൈനിലെ പുതിയ സംഭവവികാസങ്ങൾ തന്നെ പുടിൻ അറിയിച്ചെന്നും മോദി എക്സിൽ കുറിച്ചു. ഈ വർഷം അവസാനം പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും മോദി എക്സിൽ കുറിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് വീണ്ടും മറുപടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഇറക്കുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. 3 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആദിത്യ ശ്രീവാസ്തവയുടെ പേര് മാസങ്ങൾക്ക് മുമ്പ് തിരുത്തിയതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തെളിവുകൾ ശരിയെങ്കിൽ പ്രതിജ്ഞാ പത്രത്തിൽ ഒപ്പിട്ട് രേഖാമൂലം പരാതി നൽകാൻ രാഹുൽ തയ്യാറാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരുത്തിയ കള്ളവോട്ട് ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പരാതി നൽകി കോൺഗ്രസ്. ബീഹാറിലെ വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുന്ന BJP ഇതര വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കാനെന്ന പ്രതിപക്ഷ ആരോപണത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് തന്നെ തോൽവിക്ക് കാരണം കണ്ടെത്തുക രാഹുൽ ഗാന്ധി എന്ന് അമിത്ഷാ പരിഹസിച്ചു. ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധമുള്ള പ്രായപരിധി 16 കുറയ്ക്കുന്നതിനെ എതിർത്ത് കേന്ദ്ര വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ശക്തമായി വാദിച്ച കേന്ദ്ര കേസുകളുടെ സ്വഭാവം അനുസരിച്ച് കാര്യത്തിൽ കോടതിക്ക് സ്വതന്ത്ര നിലപാട് എടുക്കാവുന്നതാണെന്നും വ്യക്തമാക്കി. ഈ നീക്കം കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നവർക്ക് കൂടുതൽ ഇളവ് നൽകുന്നതെന്നും കേന്ദ്രം കൂട്ടിച്ചേർത്തു. ഈ മാസം അവസാനമായി ചൈന സന്ദർശിക്കാനിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്തു ചൈന. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ടിയാൻജിൻ സമ്മിറ്റിയാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. അതിനിടെ ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് നടപടിയെ എതിർക്കുന്നതായി വ്യക്തമാക്കിയ ചൈന അമേരിക്കയുടെ താരിഫ് അതിക്രമം അനുവദിക്കാനാകില്ലെന്നും വ്യക്തമാക്കി. സമീപകാലത്തുണ്ടായ ആഗോള സംഘർഷങ്ങളിൽ നിന്നും ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചു. ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം തടഞ്ഞുള്ള വ്യോമ പ്രതിരോധ റഡാർ വാങ്ങുന്നതിനുള്ള റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പ്രതിരോധ മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഫൈറ്റർ ജെറ്റ്, ഹെലികോപ്റ്റർ, ചെറു ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ശക്തമായ പ്രതിരോധത്തിനാണ് ശ്രമം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.